സ്പ്ലിറ്റിംഗ് വേഴ്സസ് സെൽ സെക്ടറിങ്. സെൽ സ്പ്ലിറ്റിങ്ങിൽ ഒരു കൺജസ്റ്റഡ് സെല്ലിനെ ഡിവൈഡ് ചെയ്യുക സ്മോളർ സെൽസ് ആയിട്ട്. ഒരു കൺജസ്റ്റഡ് സെല്ല് ഒരുപാട് ട്രാഫിക്കുള്ള ഒരു സെല്ല്, അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത സമയത്ത് ആ കൺജസ്റ്റഡ് സെല്ലിനെ സ്മോളർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ സ്മോളർ സെൽസ് ആകുമ്പോൾ ആദ്യത്തെ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയസ് ചെറുതായിരിക്കും. അപ്പോൾ ഇൻക്രീസസ് കപ്പാസിറ്റി, അതാണ് സെൽ സ്പ്ലിറ്റിൻ്റെ കേസ്. സെൽ സെക്ടറിൻ്റെ കേസിൽ ഒരു സെല്ലിനെ ഇപ്പോൾ 3 അല്ലെങ്കിൽ 6 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3 സെക്ടേഴ്സ് ആണെങ്കിൽ 120 ഡിഗ്രീൻ്റെ 3 സെക്ടേഴ്സ്, 6 സെക്ടേഴ്സ് ആണെങ്കിൽ 60 ഡിഗ്രിയുടെ 6 സെക്ടേഴ്സ്. അങ്ങനെ ഓരോ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു ഡയറക്ഷണൽ ആൻറ്റനാസ് ഉപയോഗിക്കും. സോ ഇങ്ങനെ ഡയറക്ഷണൽ ആൻറ്റനാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ കവറേജ് ഏരിയ ഒരു പ്രത്യേക തരത്തിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോ ചാനൽ ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ കഴിയും. സോ സെൽ സെക്ടറിൻ്റെ ഉദ്ദേശം കോ ചാനൽ ഇൻ്റർഫറൻസ് കുറയ്ക്കുകയാണ്. സെൽ സ്പ്ലിറ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കൺജസ്റ്റഡ് സെല്ലിൻ്റെ കേസ് വരുന്ന സമയത്താണ് നമ്മൾ സെൽ സ്പ്ലിറ്റിംഗ് ഉപയോഗിക്കുന്നത്. സ്മോളർ സെൽസ് ആക്കും. ഓരോ സെൽസിനും നമ്മൾ ബേസ് സ്റ്റേഷൻസിനെ ആഡ് ചെയ്യും. ഈ കേസിൽ പുതുതായി ബേസ് സ്റ്റേഷൻസ് വരുന്നില്ല. ഓരോ സെക്ടേഴ്സിലും ഡയറക്ഷണൽ ആൻറ്റിനാണ് സെൽ സെക്ടറിങ്ങിൽ ഉപയോഗിക്കുന്നത്. സെൽ സ്പ്ലിറ്റിൻ്റെ കേസിൽ ഒരു സെല്ലിന്, ഒരു കൺജസ്റ്റഡ് സെല്ലിന് എന്തൊക്കെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടായിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം ഓരോ റെഡ്യൂസ്ഡ് സെല്ലിനും ഉപയോഗിക്കും. ഡിവൈഡ് ചെയ്ത പുതിയ സെല്ലുകൾക്കും ബേസ് സ്റ്റേഷൻസും മറ്റ് ഹാർഡ്വെയർസും ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ സെൽ സ്പ്ലിറ്റിംഗ് ചിലവേറിയതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കവറേജ് ഏരിയൻ്റെ കേസിൽ സെൽ സെക്ടറിങ്ങിൽ സെയിം ഏരിയ തന്നെയാണ് കവർ ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളൂ, ഡയറക്ഷണൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ. പക്ഷേ സെൽ സ്പ്ലിറ്റിൻ്റെ കേസിൽ ഓരോ ന്യൂ സെൽസും കവർ ചെയ്യുന്നത് ഒറിജിനൽ ഏരിയ റേഡിയസ് ഹാഫ് ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നതെങ്കിൽ കവർ ചെയ്യുന്ന ഏരിയ 1/4 ആയിട്ട് കുറയും. കാരണം റേഡിയസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഏരിയയും റേഡിയസും πr², സ്ക്വയർ എന്ന് പറയുന്ന റിലേഷനാണ് അല്ലേ? ആ റിലേഷനാണ് ഇവിടെ ഇങ്ങനൊരു കേസ് വരുന്നത്. കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സ്പ്ലിറ്റിംഗ് ഉപയോഗിക്കുന്നത്. സെൽ സെക്ടറിൻ്റെ കേസിൽ വരുന്നത് ക്വാളിറ്റിയാണ് ഇൻക്രീസ് ആവുന്നത്. കാരണം ഇൻ്റർഫറൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൽ ക്വാളിറ്റി ഇൻക്രീസ്ഡ് ആവും. ഇവിടെ ഇൻക്രീസസ് കപ്പാസിറ്റി, കാരണം മോർ സെൽസ് മോർ ചാനൽസ്. ഈ സെൽ സ്പ്ലിറ്റിൻ്റെ കേസിൽ ഉപയോഗിക്കുന്നത് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിനാസ് ആണ്. അതായത് 360 ഡിഗ്രി എല്ലാ ഭാഗത്തേക്കും സിഗ്നൽസിനെ സെൻഡ് ചെയ്യുന്ന തരത്തിൽ. സെൽ സെക്ടറിങ്ങിൽ ഡയറക്ഷണൽ ആൻറ്റിന, അതാണ് അതിൻ്റെ പ്രത്യേകത. സെൽ സെക്ടറിങ് ഉപയോഗിക്കുന്നത് മിനിമൈസ് കോ ചാനൽ ഇൻ്റർഫറൻസ് ആണ്. ഇവിടെ സെൽ സ്പ്ലിറ്റിൻ്റെ കേസിൽ കോ ചാനൽ ഇൻ്റർഫറൻസിന് കാര്യമായ ഒരു എഫക്റ്റ് വരുന്നില്ല. ഓക്കെ, ഇനി കോസ്റ്റിൻ്റെ കേസിൽ ഇവിടെ മോർ ബേസ് സ്റ്റേഷൻസ്, ടവേഴ്സ്, ഹാർഡ്വെയർ എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ഹൈ ആണ്. ഇവിടെ മോഡറേറ്റ് ആണ്. പ്രധാനമായിട്ടും വരുന്ന കാര്യം ഇതാണ്. സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് നെറ്റ്വർക്ക് കപ്പാസിറ്റി ബൈ ക്രിയേറ്റിംഗ് സ്മോളർ സെൽസ്. നെറ്റ്വർക്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ക്രിയേറ്റിംഗ് സ്മോളർ സെൽസ്. സെൽ സെക്ടറിംഗ് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് സെൽ ക്വാളിറ്റിയാണ് വരുന്നത്. കോളിൻ്റെ ക്വാളിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റെഡ്യൂസ് ഇൻ്റർഫറൻസ് യൂസിങ് ഡയറക്ഷണൽ ആൻറ്റിനാസ്.